മേഖലയിൽ ഒരു പുതിയ സൈനിക നടപടി ഉണ്ടാകാൻ പോകുന്നു എന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ഇപ്പോൾ ഇറാഖിനെ അറിയിച്ചിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇറാഖിന് നൽകിയിരിക്കുന്നത്. US ഡിഫൻസ് സെക്രട്ടറി ഹെഗ്സത്ത് informed Iraq that an imminent military operation will take place in the region. ഈ മേഖലയിൽ ഒരു സൈനിക നടപടി ഉടനെ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം ഇറാഖിന് ഒരു വാർണിംഗ് നൽകുന്നു. ആൻഡ് വാർണഡ് ദാറ്റ് ആർമഡ് ഗ്രൂപ്പ്സ് മസ്റ്റ് നോട്ട് റിറ്റാലിയേറ്റ് വെൻ ഇറ്റ് ഹാപ്പൻസ്. ഇങ്ങനെ ഒരു സൈനിക നടപടി ഉണ്ടാകുന്ന സമയത്ത് ഇറാഖിൽ നിന്ന് മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെയോ മറ്റോ തിരിച്ചടിക്കാൻ പാടില്ല. അതുപോലെ അമേരിക്കയുടെ മറ്റു മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങൾക്ക് നേരെയോ ആക്രമണം നടത്താൻ പാടില്ല എന്നും ഇറാഖിന് ഇപ്പോൾ സന്ദേശം നൽകിയിരിക്കുകയാണ്. ഈ ആക്രമണം ഇറാന് നേരെയാണോ, അതല്ല ഈ സിറിയയിലാണോ, അതല്ലെങ്കിൽ ഇറാഖിലാണോ, അതല്ല ലെബനാനിലാണോ എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ ഇന്ന് നെതന്യാഹുവിന്റെ ചില പ്രസ്താവനകളിൽ നിന്ന് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നീക്കം ഒരുപക്ഷെ ലെബനാനിലായിരിക്കുമെന്നാണ്. ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സൈനിക സംവിധാനങ്ങൾ വീണ്ടും ഹിസ്ബുള്ള ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതൊരിക്കലും തന്നെ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. അതിനെ ഏത് നിലയിലും ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലെബനാനിലുള്ള ആക്രമണത്തിന്റെ സാധ്യതയായിരിക്കാം. അതല്ല എങ്കിൽ യമനിലുള്ള ഹൂത്തികൾക്ക് നേരെയുള്ള ആക്രമണമായിരിക്കും. ഇന്ന് നെതന്യാഹു അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഹൂത്തികൾ ഇസ്രായേലിനെ വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്, വേണ്ട നടപടി ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഇന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇറാഖിനെ കുറിച്ചും നെതന്യാഹു ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഒബ്സർവ്ഡ് ദാറ്റ് ഇറാൻ ഹാസ് റീസെന്റ്ലി ഇൻവെസ്റ്റഡ് സിഗ്നിഫിക്കന്റ് റിസോഴ്സ് ഇൻ ഇറ്റ്സ് മിലിറ്റന്റ് ഇൻ ഇറാഖ്. ഇറാഖിലുള്ള ഈ ഇറാന്റെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഇറാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇറാഖിലുള്ള ചില ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇസ്രായേൽ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദ പൊട്ടൻഷ്യൽ അറ്റാക്ക് ഇൻവോൾവിംഗ് മിസൈൽ ആൻഡ് ഡ്രോൺ ലോഞ്ച്ഡ് ഫ്രം ഇറാഖ്. ഇറാഖിൽ നിന്ന് ചില മിസൈലുകളുടെയും ഡ്രോൺ ആക്രമണങ്ങളും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അങ്ങനെ ഇപ്പോൾ പ്രത്യേകം പറയാനുള്ള കാരണം, എവിടെയോ ഇസ്രായേൽ ഒരു ആക്രമണത്തിന് തയ്യാറാകുന്നു, ഒരു ആക്രമണം നടത്താൻ നിൽക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇറാഖിൽ നിന്ന് ഇങ്ങനെയുള്ള തിരിച്ചടിക്കുള്ള സാധ്യതയുണ്ട്. ഫോളോഡ് ബൈ എ ഗ്രൗണ്ട് ഓപ്പറേഷൻ അഡ്വാൻസ് ത്രോ സിറിയ ടുവാർഡ് ദി ഇസ്രായേൽ ജോർദാൻ ബോർഡർ. അതുപോലെ തന്നെ ജോർദാന്റെയും അതുപോലെ ഇസ്രായേലിന്റെയും ബോർഡറിൽ സിറിയ വഴി ഗ്രൗണ്ട് അറ്റാക്ക് നടക്കാനുമുള്ള സാധ്യത ഉണ്ട് എന്ന് ഇസ്രായേൽ നിരീക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നിരീക്ഷണത്തിന്റെ സാധ്യത നമുക്കറിയാം. ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഇസ്രായേൽ നടത്തുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇറാഖിൽ ആയുധങ്ങൾ സജ്ജീകരിക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഭീഷണിയാണ്. ഇറാനിലേക്ക് ഇസ്രായേലിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ, ഏറ്റവും അടുത്ത ഭാഗത്ത് തന്നെ ഒരു 1000 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അത് ടെഹ്റാനിലേക്ക് എത്തുമ്പോൾ ഏകദേശം 1500 കിലോമീറ്റർ ആകും. ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം 3000 കിലോമീറ്റർ ആകും. എന്നാൽ ഇറാഖിന്റെ ഈ ഭാഗത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ ഏകദേശം 300 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരിക. ഈ 300 കിലോമീറ്ററിലുള്ള ആക്രമണങ്ങളിൽ സാധാരണ ഹ്രസ്വദൂര മിസൈലുകൾ ഉപയോഗിക്കാം, ക്രൂസ് മിസൈലുകൾ ഉപയോഗിക്കാം. അതുപോലെ ധാരാളം പ്രഹരശേഷിയുള്ള പല മിസൈലുകളും വളരെ അടുത്താകുന്നത് കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല ഡ്രോൺ അറ്റാക്കുകൾ വളരെ ശക്തമായി അതിന് പ്രതിഫലനം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഇറാനിൽ നിന്നും വരുന്ന ഡ്രോണുകൾ ഒരു ദീർഘദൂരം സഞ്ചരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ അതിനെ പരാജയപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇറാഖിൽ നിന്നും വരുന്ന ഡ്രോണുകളെ അറ്റാക്ക് ചെയ്യുക എന്നത് വലിയ പ്രതിസന്ധി ആയിരിക്കും. മാത്രമല്ല ഈ ഗ്രൂപ്പുകൾക്കെല്ലാം ഇസ്രായേലിനകത്തുള്ള ലക്ഷ്യങ്ങൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ആക്രമണങ്ങളുടെ ഇമ്പാക്ട് ഗുരുതരമായിരിക്കുമെന്ന് ഇസ്രായേലിനറിയാം. മാത്രമല്ല സിറിയയുടെ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്ത് വെച്ച് ഡെമസ്കസ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 100-150 കിലോമീറ്റർ അത്രയൊക്കെയാണ് ഇസ്രായേലിന്റെയും ഡെമസ്കസിന്റെയും ഇടയിലുള്ള ദൂരം. ഈ സിറിയയിലെ ഈ ഭാഗത്ത് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന, അതുപോലെ തന്നെ ജോർദാനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് 40 കിലോമീറ്റർ 50 കിലോമീറ്റർ ഒക്കെ ദൂരെയാണ് ഇസ്രായേൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തും അങ്ങനെയുള്ള ആയുധ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫോഴ്സ് ഇവിടുന്ന് ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഞങ്ങൾ മുന്നിൽ കാണുന്നു എന്നാണ് ഇസ്രായേൽ നിരീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു നിരീക്ഷണം ഇപ്പോൾ ഇസ്രായേൽ നടത്താൻ കാരണം, എവിടെയോ ഇസ്രായേൽ ഒരു സൈനിക നടപടി ആരംഭിക്കാൻ പോകുന്നു. ഇത് തന്നെയാണ് US ഡിഫൻസ് സെക്രട്ടറി ഹെഗ്സത്ത് ഇന്ന് ഇറാഖിന് നൽകിയിട്ടുള്ള ഒരു വിവരം. ഒരുപക്ഷെ അത്
വളരെ അടുത്ത സന്ദർഭത്തിൽ തന്നെ ആയിരിക്കും ആക്രമണം ഉണ്ടാവുക. കാരണം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതിനു ശേഷം കൂടുതൽ വൈകാൻ സാധ്യതയില്ല. ഏറ്റവും അടുത്തൊരു സമയത്താണ് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ സാധാരണ രീതിയിൽ നൽകുക. അതുകൊണ്ട് തൊട്ടടുത്ത ഒരു സമയങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട്. മാത്രമല്ല സിറിയയിലുള്ള ഈ അമേരിക്കയുടെ ബേസുകളിലേക്ക് കഴിഞ്ഞ ഈ ഒരു ആഴ്ചക്കിടെ വലിയ രീതിയിലുള്ള സൈനിക എക്യുപ്മെന്റ്സുകളും അമേരിക്ക എത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെയുള്ള ചില സൈനിക നീക്കങ്ങളെ മുന്നിൽ കൊണ്ടുകൊണ്ടായിരിക്കണം. മാത്രമല്ല ഇറാഖിൽ നിന്ന് ഇങ്ങനെയുള്ള ചില തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നതും ഇതിന്റെ ഒരു ലക്ഷ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായിരുന്നാലും ആസന്നമായ ഒരു യുദ്ധം അത് ഇറാനെതിരെയാണോ, ഹൂത്തികൾക്കെതിരെയാണോ, ഇറാഖിനാണോ, ലെബനാനാണോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഒരു സൈനിക നടപടിക്കുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളരെ കൂടുതൽ സാധ്യതയുള്ളത് അത് ലെബനാനിൽ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.